ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഉച്ചത്തെ ലഞ്ച് കാണിക്കാം. അപ്പോൾ ഇത് ചോറ്, മാമ്പഴ കൂട്ടാൻ, മാമ്പഴ പുളിശ്ശേരി കേട്ടോ. എൻ്റെ അനിയത്തിയുടെ വെപ്പാണ്, ടേസ്റ്റി അടിപൊളിയാണ്. ഇതേ മേമ സന്തോഷവതിയാണ് അല്ല മേമ? ഇന്ന് നോക്കവളെ. ആ ഓക്കെ. ഇനി എന്താ അടുത്തത്? നല്ല അവിയലുണ്ട്. അവിയലുണ്ട്. ഇന്നലത്തെ മീൻകറി ഉണ്ട്. അച്ചാറുണ്ട്. പൂച്ചക്കുട്ടൻ ഇരുന്നുണ്ട്. പതുക്കെ. പിന്നെ അച്ചാറുണ്ട്. അച്ചാറിക്ക് വേണ്ട കേട്ടോ അച്ചാറ്. പപ്പടമുണ്ട്. അച്ചാറുണ്ട്. വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാം. നിന്റെ അമ്മു കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്നാ കുട്ടികളിലെ മത്തി വറുത്തതുണ്ട്. ഒരു 5-6 ചക്കൻ എടുത്ത് വെച്ചത് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്കും അതിന് ഷെയർ ചെയ്യാൻ പറ്റി. പിള്ളേർ കഴിച്ചിട്ടില്ല അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച്. ഇതേ മേമ കഴിച്ചു തുടങ്ങി. ഓക്കെ, എങ്ങനെയുണ്ട്? അടിപൊളി. ശരി, അപ്പോൾ എന്നാൽ ഞാനും കൂടെ അങ്ങോട്ട് കഴിക്കാം. ഓക്കെ. വേറെ ഒന്നുമില്ല കേട്ടോ. ഒഴിച്ചു കൂട്ടാനാണെന്നിപ്പോൾ ഇത് മാമ്പഴ പുളിശ്ശേരിയില്ല, അതിന് അവിയൽ. വേറെ എന്ത് വേണം അല്ലേ? മാമ്പഴ പുളിശ്ശേരി ഒന്നും പറയാല്ല. സൂപ്പർ. എൻ്റെ അനിയത്തി നല്ലൊരു കുക്കാട്ടോ. കൊക്കല്ല, കുക്ക. സൂപ്പറാട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാതും നല്ല കറികളത്. അവിയലിനുണ്ടോ? അവിയലിൻ്റെ കാര്യം പിന്നെ പറയണ്ടടോ. ആഹാ, ഓഹോ, ഏഹേ. എന്താ കറി? നല്ല ടേസ്റ്റ് ഉണ്ട് മാമ്പഴ കൂട്ടാൻ ഇന്നത്തെ. അടിപൊളി. അല്ലെങ്കിലും ടേസ്റ്റാണ്, പക്ഷെ എന്നൊരു മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മാങ്ങ. മീൻകറി എടുക്കണമെങ്കിൽ ഒരു സ്പൂൺ തുറവ്. ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് മീൻകറി വേണ്ട. അതാണ്, ഇത്രയും കറികളുണ്ട് ധാരാളം. മീൻകറിയുടെ ആവശ്യമേ ഇല്ല നമുക്ക്. ഇത്ര ടേസ്റ്റ്. സദ്യയിൽ മീൻകറി വിളമ്പിയ പോലെ പോകും. അതുകൊണ്ട് നമുക്ക് മീൻകറി ഒഴിവാക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചോ? എല്ലാവർക്കും നല്ലൊരു ഉച്ചയൂണ്. ഓക്കെ.